മഴത്തോരും മുമ്പേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി അപ്കമിങ് എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാനായിട്ട് പോകുന്നത്. പിന്നെ വൈജയന്തിയും ബാലചന്ദ്രനുമായിട്ടുള്ള ബന്ധം ഏകദേശം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുവാണ്. ഇതിനെല്ലാം കാരണക്കാരി അലീനയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിൽ അവളോട് അടങ്ങാത്ത ദേഷ്യവുമുണ്ട് കേട്ടോ വൈജയന്തിക്ക്. അലീനയെ തങ്ങൾ ബലമായിട്ട് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിട്ടും ബാലചന്ദ്രൻ വീണ്ടും അവളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുവാണല്ലോ. അതുമാത്രമല്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അലീനയെ തൻ്റെ മൂത്ത മകളായിട്ട് ബാലചന്ദ്രൻ അംഗീകരിക്കുക കൂടി ചെയ്യുന്നതോടുകൂടി വൈജയന്തി ആകെ അസ്വസ്ഥമാവുകയാണ്. ബാലചന്ദ്രനിൽ നിന്നും നേരിടുന്ന ഈ അവഗണന വൈജയന്തിയുടെ ഈഗോയെ വല്ലാതെ മുറിവേൽപ്പിക്കുകയാണ്. ഇനിയും താനിത് വിട്ടുകൊടുത്താൽ ശരിയാവില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വൈജയന്തി ദേഷ്യത്തോടെ ബാലചന്ദ്രൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് എന്നോട് ഇത്രയും ദേഷ്യം? ഇത്രമാത്രം അകലം കാണിക്കാൻ ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്നെല്ലാം വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ മുഖമുയർത്താതെ തന്നെ മറുപടി കൊടുക്കുവാണ്. നിനക്ക് ഇതുവരെ അത് മനസ്സിലായില്ലേ വൈജയ? നീ ചതിച്ച എൻ്റെ ജീവിതമാണ് ഇതിനെല്ലാറ്റിനും കാരണം. എൻ്റെ ജീവിതം കൊണ്ടാണ് നീ എന്നെ വഞ്ചിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളെ എങ്ങനെ ചതിച്ചെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ബാലചന്ദ്രൻ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറയുവാണ് വൈജയ. നീ ഇപ്പോൾ ഇവിടെ നിന്ന് നിന്നെ ന്യായീകരിക്കാനൊന്നും ശ്രമിക്കേണ്ട വൈജയ. ഇപ്പോൾ ഞാനിവിടെ മുകളിലും നീ താഴെയുമായിട്ടാണ് കഴിയുന്നത്. അങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. ഇതിനെ നീ ഇറക്കി വിടുന്നതോടുകൂടി എല്ലാം പഴയതുപോലെയാകുമെന്ന് നീ കരുതിയോ? എങ്കിൽ നീ കേട്ടോ, ഒന്നിനും തടസ്സം അലീനയായിരുന്നില്ല വൈജയ, നീ തന്നെയായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ സ്വഭാവം മാറ്റണമെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ബാലചന്ദ്രന്റെ ഓരോ വാക്കുകളും കൂരമ്പ് പോലെയാണ് കേട്ടോ വൈജയന്തിയുടെ നെഞ്ചിൽ തറച്ചു കയറുന്നത്. പലതും പറഞ്ഞു വൈജയന്തി പ്രതിരോധിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രന്റെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുവാണ് വൈജയന്തിക്ക്. അവരുടെ ആ ഒരു ബഹളത്തിനിടയിലേക്ക് കൃഷ്ണമോളും കടന്നു വരുന്നുണ്ട്. ഇതുവരെ അലീന ചേച്ചിയുടെ കാര്യത്തിലാണ് അമ്മ അച്ഛനോട് ഇങ്ങനെ വഴക്കടിക്കുന്നത് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ചേച്ചിയെ ഇവിടെ നിന്ന് ഇനി ഒരിക്കലും പറഞ്ഞയക്കില്ലെന്ന് അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള്. അമ്മയെ എന്തിനാണ് ഇങ്ങനെ അകറ്റി നിർത്തുന്നതെന്ന് നീ നിന്റെ അച്ഛനോട് തന്നെ ചോദിക്കെന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് തന്നെയാണ് അച്ഛൻ അമ്മയോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറയുവാണ് കൃഷ്ണ. അമ്മ എന്തിനാണ് കാര്യങ്ങൾ അറിയാതെ അച്ഛൻ്റെ പിന്നാലെ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ച് നടക്കുന്നത്? ഇങ്ങനെ നടന്നാൽ അമ്മ തോറ്റു പോകത്തേ ഉള്ളൂ. അമ്മ ഇപ്പോൾ അമ്മയുടെ കാര്യം നോക്കി ജീവിക്കേ. അപ്പൊ തന്നെ പ്രശ്നങ്ങൾ പകുതി കുറഞ്ഞോളുമെന്ന് കൃഷ്ണമോളും കൂടി പറയുമ്പോൾ വിശ്വസിക്കാനാകാതെ വൈജയന്തി കൃഷ്ണയെ ഇങ്ങനെ നോക്കുവാണ്. അപ്പൊ നിന്റെ അച്ഛന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും ഞാൻ കൂട്ടു നിൽക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ എനിക്കൊരിക്കലും പറ്റില്ല. എൻ്റെ അച്ഛൻ അവളെ എന്ത് കാര്യത്തിനാണ് ഇവിടെ ഇങ്ങനെ വെച്ച് പൊറുപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? വെറുതെ അച്ഛനെ കുറിച്ച് വേണ്ടാതീനം പറയാതെ. എൻ്റെ അച്ഛനെ എനിക്കറിയാമെന്ന് പറയുവാണ് കൃഷ്ണ. ഇത് കൊള്ളാം. നിന്റെ അച്ഛൻ എന്നോട് പെരുമാറുന്നതിൽ നിനക്കൊരു പ്രശ്നവുമില്ലല്ലേ? ഈ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ എന്താന്ന് വെച്ചാൽ ചെയ്യേ, അനുഭവിക്കുമ്പോൾ പഠിച്ചോളുമെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് തൻ്റെ ബാഗുമെടുത്ത് അവിടെ നിന്നങ്ങ് പോവുകയാണ്. അങ്ങനെ അലീനയുടെ പേരിൽ കലഹങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുവാണ്. അതിനിടയിൽ ബാലചന്ദ്രനോട് വഴക്കിട്ട് അമ്മയുമായിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് തന്നെ വൈജയന്തി തിരിച്ചു പോകുന്നുണ്ടെങ്കിലും പിന്നീട് ഗംഗാധര മേനോൻ ഇടപെട്ട് വൈജയന്തിക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരുന്നുണ്ട്. ഗംഗാധര മേനോൻ പല രീതിയിലും വൈജയന്തിയെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും വൈജയന്തി തൻ്റെ നിലപാടിൽ തന്നെയായിരിക്കും. ഇവിടേക്ക് തിരിച്ചു വന്നെങ്കിലും മറ്റെല്ലാം മറന്ന് ബാലചന്ദ്രനോട് സൗമ്യമായിട്ട് പെരുമാറാനോ അലീനയോടുള്ള തൻ്റെ ദേഷ്യം തീർക്കാനോ വൈജയന്തി ഒരുക്കമായിരുന്നില്ല. വൈജയന്തി പല രീതിയിലും അലീനയെയും ബാലചന്ദ്രനെയും വാക്കുകൾ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രനോ അലീനയോ അതൊന്നും കാര്യമാക്കി എടുക്കുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ അലീനയോട് സ്വന്തം മകളെ പോലെയാണ് പെരുമാറുന്നത് എങ്കിലും വൈജയന്തി അത് മറ്റൊരു കണ്ണോടെയാണ് കാണുന്നത്. പിന്നെ സംഘർഷഭരിതമായിട്ടുള്ള മനസ്സുമായിട്ട് വൈജയന്തി വീണ്ടും മുത്തശ്ശിയെ കാണാനായിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് വരുന്നുണ്ട്. അസുഖത്തിൽ നിന്നും മുക്തയായ മുത്തശ്ശിക്കിപ്പോൾ നടക്കാനൊക്കെ കഴിയും. എന്താ വൈജയ വിശേഷം? ബാലചന്ദ്രൻ ഇപ്പോഴും നിന്നോട് യുദ്ധത്തിനൊക്കെ വരാറുണ്ടോ? അതെ അമ്മേ, ബാലചന്ദ്രൻ ഇപ്പോഴും എന്നോട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അയാൾ ഇനി ഒരിക്കലും പഴയതുപോലെയാകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ നശിച്ചവളില്ലേ, അവൾ വീട്ടിലേക്ക് കയറി വന്നത് മുതലാണ് ബാലചന്ദ്രന്റെ ഈ മനം മാറ്റം. അച്ഛനും അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ ജീവിതം ഈ വിധത്തിൽ തകർത്തിട്ട് അച്ഛന് എന്ത് കിട്ടിയാവോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് വൈജയന്തി. അത് കേൾക്കുന്ന മുത്തശ്ശി അവളെ തിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയാതെ വൈജയ, പിന്നെ അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് പ്രശ്നങ്ങളെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാലചന്ദ്രന്റെ ഈ മാറ്റത്തിന് പിന്നിൽ മറ്റെന്തോ ഒരു കാര്യമുണ്ട്. കുഞ്ഞിരാമേട്ടൻ ചെയ്തത്. അപ്പോൾ കുഞ്ഞിരാമേട്ടൻ എൻ്റെ കാര്യം മാത്രമേ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. നമ്മളെപ്പോലെ നല്ലൊരു ഹോം നേഴ്സിനെ കണ്ടപ്പോൾ കുഞ്ഞിരാമേട്ടന് മനസ്സിന് പിടിച്ചു കാണും. അക്കാര്യത്തിൽ നിനക്കും സംശയമില്ലല്ലോ.
എന്തുമാത്രം ആത്മാർത്ഥതയോട് കൂടിയാണ് അവൾ എന്നെയും ആ വീടും നോക്കിയിരുന്നത്. അതൊക്കെ എത്ര അല്ലെന്ന് പറഞ്ഞാലും സമ്മതിച്ചു തരാൻ പറ്റില്ല. നിനക്കല്ലേ അതൊന്നും കണ്ണിന് പിടിക്കാത്തത്. പിന്നെ ബാലചന്ദ്രന്റെ ഈ മാറ്റം, ആദ്യം നീ നിന്റെ സ്വഭാവം ഒന്ന് മാറ്റി നോക്ക്, അപ്പൊ ബാലചന്ദ്രനും താനെ മാറിക്കോളുമെന്ന് പറയുവാണ് മുത്തശ്ശി. അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പുതിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോ, പഴയ പ്രശ്നങ്ങൾ തന്നെയാണ് ഞങ്ങൾക്കിടയിൽ ഉള്ളത്. ബാലചന്ദ്രൻ ഇപ്പോഴും എന്നെ ബെഡ്റൂമിലേക്ക് കയറ്റുന്നില്ല. ഞങ്ങൾക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരു ശത്രുവിനെ പോലെയാണ് ബാലചന്ദ്രൻ ഇപ്പോഴും എന്നോട് പെരുമാറുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറയുവാണ് വൈജയന്തി. പൊന്നു വൈജയെ, നീ ബാലചന്ദ്രനെ അവന്റെ വഴിക്കങ്ങ് വിട്ടേക്ക്. ഇങ്ങനെ തോന്നിയ വഴിക്ക് വിടാനൊന്നും പറ്റില്ലല്ലോ. എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. അത് ഞാൻ അധികം വൈകാതെ ബാലചന്ദ്രനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിരിക്കുമെന്നൊക്കെ പ്രതികാരത്തോടങ്ങനെ പറയുവാണ് വൈജയന്തി. അവരെങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും കൊല്ലപ്പള്ളിയിലേക്ക് ഒരു അതിഥി വരുന്നത്. വന്നത് മറ്റാരുമായിരിക്കില്ല, കുഞ്ഞിരാമേട്ടൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന ഒരു വക്കീലായിരിക്കും. അയാൾ വൈജയന്തിയെ കണ്ട്, വൈജയന്തി, താൻ ഇവിടെ ഉണ്ടായിരുന്നോ? അതെന്തായാലും നന്നായി. കുഞ്ഞിരാമമേനോൻ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് ഫയലുകൾ എന്നെ ഏൽപ്പിച്ചതായിരുന്നു. ഇതിൽ എന്തൊക്കെയോ വിൽപത്രങ്ങളും ചില പേപ്പേഴ്സും ഒക്കെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം തന്റെ മക്കളിൽ ആരെയെങ്കിലും ഇത് ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. കുറച്ച് വൈകിപ്പോയെന്നറിയാം. ഞാൻ കുറച്ചധികം തിരക്കിൽ പെട്ടുപോയി. അതാണ് ഇത്രത്തോളം വൈകിയത്. എന്തായാലും അദ്ദേഹത്തിന്റെ മകളെ തന്നെ കാണാൻ കഴിഞ്ഞത് നന്നായി. ഇത് ഭദ്രമായിട്ട് സൂക്ഷിക്കണം. കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തീരുമാനമെടുക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വക്കീൽ ആ ഫയൽ മുത്തശ്ശിയെ ഏൽപ്പിക്കുവാണ്. ഈ രാമേട്ടൻ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പോലും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുവാണ്. വക്കീൽ വീണ്ടും പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ആർക്കും കൈമാറാത്ത കുറച്ച് സ്വത്തുക്കൾ സിറ്റിയിലുണ്ടായിരുന്നു. ഒരു ബിൽഡിങ്ങും കുറച്ച് സ്ഥലങ്ങളും. ആ സ്ഥലത്തെക്കുറിച്ച് ആൾക്കാർ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വിൽപത്രത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നത് തന്നെ. സമയം കളയാതെ അതിന്റെ അവകാശികളായിട്ടുള്ള നിങ്ങളെ തന്നെ ഏൽപ്പിക്കാനായിട്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് വക്കീല് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഫയലുകളെല്ലാം മുത്തശ്ശിയെയും വൈജയെയും ഏൽപ്പിച്ചുകൊണ്ട് വക്കീൽ അവിടെ നിന്നങ്ങ് പോകും. വക്കീൽ പോയതിനു ശേഷം വൈജയന്തി ആകാംക്ഷയോടെ അതെല്ലാം എടുത്തു നോക്കുവാണ്. എന്താ അമ്മ ഇതിന്റെയൊക്കെ അർത്ഥം? അച്ഛന് നമ്മൾ അറിയാതെ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്നല്ലേ? നമ്മളറിയാത്ത കുറെ സ്വത്തുവകകൾ ഉണ്ടെന്ന് അച്ഛനെ. ഈ സ്വത്തുക്കളൊക്കെ അച്ഛൻ ആരുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അമ്മേ? അതൊന്നും അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ അതെല്ലാം എടുത്തു നോക്കുന്നുണ്ട്. എന്തൊക്കെയാ വൈജയ് പറയുന്നത്? നിങ്ങൾ 4 മക്കളുടെ പേരിലല്ലാതെ കുഞ്ഞിരാമേട്ടന് ഇത് വേറെ ആരുടെ പേരിൽ എഴുതാനാണെന്ന് പറയുവാണ് മുത്തശ്ശിയും. എന്തായാലും ആ വിൽപത്രം എടുത്ത് വായിച്ചു നോക്ക് വൈജയ്, അപ്പം എന്റെ സംശയം തീരുമല്ലോ എന്ന് പറയുവാണ് മുത്തശ്ശി. അങ്ങനെ വൈജയന്തി അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. കാരണം ആ സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നത് മറ്റാരുടെയും പേരിലായിരുന്നില്ല, അത് അലീനയുടെ പേരിലായിരുന്നു. അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന സ്വത്തുവകകൾ അലീന വളർന്ന സ്നേഹനികേതനം എന്ന ഓർഫനേജിന്റെ പേരിലും. വൈജയന്തി അത് വായിക്കുന്നതും ഞെട്ടലോടുകൂടി ആ ഫയലിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അടി, എന്ത് പറ്റി? എന്തിനാ നീ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ എന്തായാലും ഇതൊന്നും കൊണ്ടുപോകുന്നുണ്ട്, എനിക്കിതൊന്നും വിശദമായിട്ട് വായിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി ആ ഫയലുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. കാലം ഇതിൽ അടങ്ങിയ ഈ വിവരം അമ്മയെയും കമലയെയും അറിയിക്കേണ്ടത് തീരുമാനിക്കുവാണ് വൈജയന്തി. ഇങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം വൈജയന്തി തന്റെ റൂമിൽ പോയിരുന്നു കൊണ്ട് ആ ഡോക്യുമെന്റ്സ് എല്ലാം വിശദമായിട്ട് വായിച്ച് പഠിക്കുവാണ്. അച്ഛൻ ഇത് എന്ത് പണിയായി കാണിച്ചു വെച്ചിരിക്കുന്നത്? അച്ഛൻ എന്തിനായിരിക്കും അലീനയുടെയും അവൾ വളർന്ന പട്ടിക്കാട്ടിലെ ഓർഫനേജിന്റെയും പേരിൽ എല്ലാ സ്വത്തുവകകളും എഴുതി വെച്ചിരിക്കുന്നത്? അലീന ഇനി അച്ഛന്റെ ആരെങ്കിലും ആയിരിക്കുമോ? അച്ഛനുമായിട്ട് എന്തെങ്കിലും ബന്ധം അവൾക്ക് കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ് വൈജയന്തി. അങ്ങനെ ആ ഡോക്യുമെന്റ്സ് എല്ലാം വിശദമായിട്ട് നോക്കുമ്പോൾ അതിനിടയിൽ ഫയലുകൾക്കിടയിൽ മടക്കി വെച്ചിരിക്കുന്ന ഒരു പേപ്പർ കൂടി കിട്ടുന്നുണ്ട് വൈജയന്തിക്ക്. ആകാംക്ഷയോടെ വൈജയന്തി അതെടുത്ത് വായിക്കുവാണ്. അത് വൈജയന്തിക്ക് വേണ്ടി അച്ഛൻ കുഞ്ഞിരാമമേനോൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു കത്തായിരുന്നു. മോളെ വൈജയ, ഈ കത്ത് നിന്റെ അടുത്തെത്തുമ്പോഴേക്കും ഈ അച്ഛൻ ഈ ഭൂമിയിൽ നിന്നും യാത്രയായിട്ടുണ്ടാകും. എന്നോട് ഈ അച്ഛൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നീ തന്നെ ഈ കത്ത് എടുത്ത് വായിക്കണമെന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു. ആദ്യം തന്നെ മോളെ, നീ എന്നോട് ക്ഷമിക്കണം. ഈ അച്ഛൻ നിന്നോട് വലിയൊരു തെറ്റ് ചെയ്തു പോയി. അതറിയുമ്പോൾ മോൾക്ക് അച്ഛനോട് ക്ഷമിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ക്ഷമിക്കണം. അച്ഛൻ അന്ന് അതായിരുന്നു ശരി. മോളുടെ നല്ല ജീവിതത്തിന് വേണ്ടി അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. ഇതിന്റെ കൂടെയുള്ള വിൽപത്രത്തിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കളൊന്നും എന്റെ 4 മക്കൾക്കും അവകാശപ്പെട്ടതല്ല. ഇതിന്റെയൊക്കെ അവകാശം മറ്റൊരാളാണ്. സ്നേഹനികേതനം എന്ന ഓർഫനേജിൽ വളർന്നിരുന്ന അലീന എന്ന പെൺകുട്ടിക്കും വളർന്ന ഓർഫനേജിന്റെ പേരിലേക്കും മാറ്റി വെച്ചിരിക്കുന്ന സ്വത്തുക്കളാണ് ഇതെല്ലാം. ഇത് അവൾക്ക് നൽകണം. അതിന് നീ തന്നെ മുൻകൈയെടുക്കണം. അലീനയെ കുറിച്ച് അച്ഛൻ അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ആകെ തരിച്ചു നിന്ന് പോവാണ് കേട്ടോ വൈജയന്തി. വൈജയന്തി വീണ്ടും ആ കത്ത് വായിക്കുവാണ്. വൈജയ, എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അച്ഛൻ നിന്നോട് ചെയ്തത് നിന്നെ അപേക്ഷിച്ച് ഒരു വലിയൊരു തെറ്റ് തന്നെയാണ്. ഇന്ന് നീ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയെന്ന് അച്ഛനും അമ്മാവനും കള്ളം പറഞ്ഞതായിരുന്നു. നീ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയിട്ടൊന്നുമില്ലായിരുന്നു മോളെ, അവൾ ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു പെൺകുഞ്ഞിനായിരുന്നു അന്ന് നീ ജന്മം കൊടുത്തത്.
അവളെ ഞാനും അമ്മാവനും കൂടി ചേർന്ന് ഓർഫനേജിൽ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നതെന്നും പറഞ്ഞുകൊണ്ടായിരിക്കൂട്ടോ ആ കത്ത്. അത്രമാത്രം എഴുതിയ ആ കത്ത് അവിടെ മുറിഞ്ഞതുപോലെ ആയിരിക്കൂട്ടോ. ബാക്കി വിവരങ്ങളൊന്നും തന്നെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. വൈജയന്തിയുടെ കയ്യിൽ നിന്നും വിറച്ചുകൊണ്ട് ആ കത്ത് താഴേക്ക് വീഴുവാണ്. കറങ്ങുന്നത് പോലെയും ഭൂമി തന്റെ കാൽ കീഴിൽ നിന്ന് ഒലിച്ചു പോകുന്നത് പോലെയും ഒക്കെ തോന്നുവാണ് വൈജയന്തിക്ക്. എന്താ ഞാൻ ഈ കേട്ടത്? എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല, അവൾ ജീവനോടെ ഉണ്ടെന്നോ? അവൾ ഏതോ ഒരു ഓർഫനേജിൽ ഉണ്ടെന്നോ? അലീനയ്ക്ക് വേണ്ടി അച്ഛൻ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചത് എന്തിനായിരിക്കും? എൻ്റെ മകൾ ഓർഫനേജിൽ ഉണ്ടെന്നും പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? ഇല്ല, അലീന ഒരിക്കലും തൻ്റെ മകളായിരിക്കില്ല. തൻ്റെ മകളായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ കൂട്ടു നിൽക്കില്ലായിരുന്നു. അങ്ങനെ ഒരുപാടധികം സംശയങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ വൈജയന്തി ഉടനെ തന്നെ ഗംഗാധര മേനോനെ വിളിക്കുന്നുണ്ട്. വൈജയന്തി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഗംഗാധര മേനോന് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായെങ്കിലും ഗംഗാധരൻ ഒന്നും വിട്ടു പറയാൻ തയ്യാറായില്ല. വീട്ടിലെ വേലക്കാരിയുടെ പേരിൽ എന്തിനാണ് ഇത്രയധികം സ്വത്തുക്കൾ എഴുതി വെച്ചത്? ഒരു പക്ഷെ അന്ന് ആ ഓർഫനേജിൽ നിന്നും അവളെ ദത്തെടുത്തതാണെങ്കിലോ? അച്ഛൻ അവളെ ദത്തെടുത്ത് ഹോം നേഴ്സിന്റെ രൂപത്തിൽ കൂട്ടിക്കൊണ്ടുവന്നതായിരിക്കുമോ എന്നെല്ലാം അവൾ സംശയത്തോടു കൂടി ഇങ്ങനെ ചോദിക്കുവാണ്. ഇത് അങ്ങനെയൊന്നുമല്ല, എന്തോ തിരിമറി നടന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്കറിയണം. അന്ന് ഞാൻ പ്രസവിച്ച എൻ്റെ സ്വന്തം കുഞ്ഞിന് എന്ത് സംഭവിച്ചു? മരിച്ചെന്ന് നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞു. പക്ഷെ അന്ന് ഞാനത് വിശ്വസിച്ചു. പക്ഷെ ഇന്നിപ്പതായി എനിക്കതിന് നല്ല സംശയമുണ്ട്. എനിക്ക് അച്ഛൻ്റെ കത്തുണ്ടായിരുന്നു. അത് വായിച്ചതോടുകൂടി തന്നെ എൻ്റെ സംശയങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങളായി. എൻ്റെ കുഞ്ഞിനെ നിങ്ങളന്ന് എന്ത് ചെയ്തു? ഏത് ഓർഫനേജിലാണ് ആക്കിയത്? ഇതെല്ലാം അറിയുന്നത് നിങ്ങൾക്കും അച്ഛനും പിന്നെ ശങ്കുണ്ണി അമ്മാവനും മാത്രമാണെന്ന് എനിക്കറിയാം. വൈജയന്തി രോഷത്തോടെ തൻ്റെ സംസാരം വീണ്ടും തുടരുവാണ്. ആ അലീന ഈ വീട്ടിലേക്ക് കയറി വന്നത് മുതൽ ഇവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. എന്നിട്ട് ഇത്രയും നാളായിട്ടും ആ പ്രശ്നങ്ങൾക്കൊന്നും അറുതി വന്നിട്ടില്ല. അങ്ങേട്ടൻ അറിയാതെയാണോ അച്ഛൻ ഇങ്ങനെ ഒരു തറപ്പണി കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനാണ് ആ വീട്ടുവേലക്കാരിയുടെ പേരിൽ ഇത്രത്തോളം സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നത്? അവൾ ശരിക്കും ആരാണ്? നിങ്ങൾ അവളോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ അവൾ നിങ്ങളുടെയൊക്കെ ആരൊക്കെയോ ആണെന്ന് തോന്നും. ആ ഒരു വാക്ക് കേൾക്കുന്നതോടുകൂടി ഗംഗാധര മേനോൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. വൈജയന്തി, നീ സൂക്ഷിച്ച് സംസാരിക്കണം. അച്ഛൻ ഒരു പക്ഷേ അവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഒരു അനാഥ പെൺകുട്ടി എന്നുള്ള പേരിൽ അവളുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി വെച്ചതായിരിക്കും. അമ്മയെ അവൾ നന്നായിട്ട് നോക്കുമെന്ന് അച്ഛൻ വിശ്വസിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കും. അല്ലാതെ അതിൽ നീ ഇങ്ങനെ കടന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഗംഗേട്ട, ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല. നമ്മുടെ അച്ഛൻ അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരാളായിരുന്നെന്ന് ഗംഗേട്ടനും കൂടി അറിയാമല്ലോ. ുള്ള അച്ഛൻ വെറുതെ ഇങ്ങനെ ഒരു പണി ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടിയൊന്നുമല്ല ഗംഗേട്ട ഞാനെന്നും പറയുവാണ് വൈജയന്തി. അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ തന്നെ തീരുമാനിക്കുവാൻ കേട്ടോ വൈജയന്തി. സ്നേഹനികേതനം എന്ന ഓർഫനേജിനെ കുറിച്ചും അലീനയെക്കുറിച്ചും അന്വേഷിക്കാൻ തീരുമാനിച്ചുകൊണ്ട് വൈജയന്തി അവിടേക്ക് യാത്ര തിരിക്കുവാണ്. എന്നാൽ ഇപ്പൊ അവിടെ സ്നേഹനികേതനമില്ല, പകരം ഒരു സ്കൂളാണ് പ്രവർത്തിക്കുന്നത്. കുറച്ച് കന്യാസ്ത്രീകളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. വൈജയന്തി അവിടെ ചെന്ന് അലീനയെ കുറിച്ച് ചോദിക്കുമ്പോൾ കന്യാസ്ത്രീകൾ അവളെ കുറിച്ച് വാ തോരാതെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാണ്. അത് കേൾക്കുമ്പോൾ തന്നെ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അവളെപ്പോലെ നന്മയും സ്നേഹവുമുള്ള ഒരു പെൺകുട്ടി വേറെയില്ല. എല്ലാവർക്കും പ്രകാശം പരത്തുന്നവളായിരുന്നു അവളെന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ദേഷ്യത്തോടെ അവരോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം അറിയാനാണ്, അല്ലാതെ അവളുടെ മേന്മ കേൾക്കാനല്ല. അവളിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലോ താമസിക്കുന്നത്. അവളുടെ മേന്മ ഞാൻ നല്ലോണം അനുഭവിച്ചറിയുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ അവൾ അത്ര നല്ലവളൊന്നുമല്ലെന്നൊക്കെ പറയുവാണ് വൈജയന്തി. കേൾക്കുന്നതും ആ കന്യാസ്ത്രീകൾ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുവാണ്. തുടർന്ന് വൈജയന്തി തൻ്റെ പ്രധാന ചോദ്യങ്ങളിലേക്ക് കടക്കുവാണ്. അവൾ ഇവിടെ എത്തിയ വർഷവും ആ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടണമെന്നൊക്കെ പറയുമ്പോൾ പിന്നെ ബ്രിജിത്ത മമ്മിയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത്. അവർക്ക് മാത്രമേ അതിനെക്കുറിച്ചൊക്കെ അറിവുള്ളൂ. അവരിപ്പോൾ മരണപ്പെട്ടു പോയി. പക്ഷെ അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സിസ്റ്റത്തിൽ ഉണ്ടാകും. ഇപ്പോൾ അത് പെട്ടെന്ന് വന്ന് ചോദിച്ചാൽ എടുത്തു തരാനൊന്നും ഞങ്ങൾക്ക് നിർവാഹമില്ല മാഡം. ഇപ്പോൾ പോയിട്ട് പിന്നീട് ഒരിക്കൽ വരൂ എന്നൊക്കെ പറയുവാണ് അവര്. എന്നാൽ വൈജയന്തി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. എനിക്കത് അറിഞ്ഞേ പറ്റൂ. അവൾ ഇവിടെ എത്തിയ വർഷവും ആ ഡീറ്റെയിൽസും ഒന്ന് എനിക്ക് കിട്ടിയാൽ മതി. അങ്ങനെ വൈജയുടെ നിർബന്ധത്തിന് വഴങ്ങി അലീനയുടെ ഡീറ്റെയിൽസ് എല്ലാം അവരെ എടുത്ത് നൽകുന്നുണ്ട്. അങ്ങനെ അലീനയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണുന്ന വൈജയന്തി ആകെ അങ്ങ് ഞെട്ടിത്തരിച്ച് നിന്ന് പോവുകയാണ്. താൻ പ്രസവിച്ച അതേ ദിവസം തന്നെയാണ് അവൾ ആ ഓർഫനേജിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവളായിരിക്കുമോ തൻ്റെ മകൾ? അവളെയാണോ അച്ഛനും അമ്മാവനും കൂടി ഇവിടെ കൊണ്ടുവന്ന് തള്ളിയത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം അവളുടെ മനസ്സിനെങ്ങനെ അലട്ടുവാണ്. എങ്കിലും വൈജയന്തിയുടെ ഈഗോ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ആവില്ല, ഒരിക്കലും അവളെപ്പോലെ ഒരു പെണ്ണൊന്നും എൻ്റെ മകളായിട്ട് ജനിക്കില്ല. അവൾ എൻ്റെ മകളായിരുന്നെങ്കിൽ ഒരിക്കലും അവൾ എന്നോട് ഇത്രമാത്രം ദ്രോഹം ചെയ്യില്ലായിരുന്നു. എൻ്റെ ഭർത്താവിനെ കൂട്ടുപിടിച്ച് എനിക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയല്ലേ അവള്. ഒക്കെ ചിന്തിച്ചുകൊണ്ട് വൈജയന്തിയുടെ മനസ്സ് സത്യത്തെ അംഗീകരിക്കാൻ മടിക്കുവാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വൈജയന്തി തിരികെ വീട്ടിലേക്ക് എത്തി. ആകാംക്ഷയോടെ വൈജയെയും കാത്തിരുന്ന മുത്തശ്ശി അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്.
ഇതൊക്കെയാ വൈജയന്തി കാണിച്ചു കൂട്ടുന്നത്? ആ ഒരു വിൽപത്രമെങ്കിലും എന്നെ ഒന്ന് കാണിച്ചതാ. സ്വത്തുക്കളൊക്കെ ആരുടെ പേരിലാണ് കുഞ്ഞിരാമേട്ടൻ എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്കും കൂടി അറിയണ്ടേ? അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, അമ്മേ, അമ്മയ്ക്കറിയോ ശരിക്കും ആ അലീന ആരാണെന്ന്? അലീനയുടെ പേരിലാണ് അച്ഛൻ ആ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് സത്യമുത്തശ്ശിയോട് പറയുവാണ് വൈജയന്തി. അലീനയുടെ പേരിലോ? നീ എന്തൊക്കെയാ വൈജയി പറയുന്നതെന്നും ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ മനസ്സിലും അലീനയെ പറ്റി ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. ഇത്രയധികം സ്വത്തുവകകൾ വെറും ഒരു വീട്ടുവേലക്കാരിയായ അലീനയ്ക്ക് നൽകേണ്ട ആവശ്യം കുഞ്ഞിരാമേട്ടന് എന്തായിരുന്നു എന്നെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശിക്ക് സത്യം ബോധ്യമാകുന്നത്. വൈജയന്തിയുടെ പ്രസവവും കുഞ്ഞിരാമൻ കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞതും വിൽപത്രത്തിലെ അലീനയുടെ പേരും സ്നേഹനികേതനിലെ തീയതിയും എല്ലാം കൂടി കൂട്ടി വാഴിക്കുമ്പോൾ സത്യം ഒരു വെളിച്ചം പോലെ മുത്തശ്ശിയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുവാണ്. അലീന വൈജയന്തിയുടെ മകളായിരിക്കും, തൻ്റെ സ്വന്തം പേരക്കുട്ടിയായിരിക്കും. ഈശ്വര, ഇതായിരുന്നോ സത്യമെന്നൊക്കെ ചിന്തിച്ച് അലീനയോടുള്ള ദേഷ്യവും നീരസവും ഒക്കെ ആ നിമിഷം തന്നെ മുത്തശ്ശിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നുണ്ട്. തൻ്റെ കൊച്ചുമകളാണ് അവളെങ്കിൽ അവളെ തനിക്ക് ഇപ്പോൾ തന്നെ കാണണമെന്നൊക്കെ മുത്തശ്ശി അതിയായിട്ട് ആഗ്രഹിക്കുവാണ്. പിന്നീട് മുത്തശ്ശി അലീനയെ കാണാൻ ചെല്ലുകയും സ്വന്തം പേരക്കുട്ടിയാണെന്ന് മനസ്സിലാക്കി സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. വൈജയന്തിയുടെ അഹന്ത മറ നീക്കി വിധി അവൾക്ക് വേണ്ടി കരുതി വെച്ച ഏറ്റവും വലിയൊരു സത്യമായിരുന്നു അലീന എന്നുള്ള സത്യം. തൻ്റെ മകളെ തനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, താൻ ഏറ്റവും കൂടുതൽ വെറുത്തവളായി തൻ്റെ അരികത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്ത് കുറ്റബോധം കൊണ്ട് വിങ്ങിപ്പൊട്ടി കരയുവാണ് കേട്ടോ വൈജയന്തി. ഒരു തിരിച്ചറിവ് വൈജയന്തിയുടെ ജീവിതം പല രീതിയിലും മാറ്റിമറിക്കുന്നുണ്ട്. ഇത്രയും കാലം അലീന തൻ്റെ സ്വന്തം മകളാണ് എന്നുള്ള സത്യമൊന്നും വൈജയന്തിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വൈജയന്തി ഇത്രയും കാലം വളരെ ക്രൂരമായിട്ടാണ് അലീനയെ ദ്രോഹിച്ചതും ഉപദ്രവിച്ചതുമെല്ലാം. അതെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ വൈജയന്തിയുടെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നുവാണ്. പ്രായശ്ചിത്തമായിട്ട് ഇനിയുള്ള കാലം അലീനയെ ഒത്തിരിയധികം സ്നേഹിക്കാനൊക്കെ തീരുമാനിക്കുവാണ് കേട്ടോ വൈജയന്തി. 22 വർഷം മുമ്പ് പ്രസവിച്ച തൻ്റെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞാണ് അലീന എന്നുള്ള സത്യം തിരിച്ചറിയുന്നതോടു കൂടി തന്നെ വൈജയന്തി പൂർണ്ണമായിട്ടും അങ്ങ് മാറുവാണ്. ഇങ്ങനെ അഹങ്കാരമെല്ലാം മാറ്റിവെച്ച് വൈജയന്തി തീർത്തും പുതിയൊരാളായി മാറുന്നുണ്ട്. പിന്നീടങ്ങോട്ട് താൻ ഇത്രയും കാലം തൻ്റെ 3 മക്കൾക്കും കൊടുത്തതിൻ്റെ ഇരട്ടിയിലധികം സ്നേഹമായിരിക്കും കേട്ടോ വൈജയന്തി അലീനയ്ക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.